ഈ ഒരു ഐറ്റം എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് അറിയാം, എന്നാലും ഞാനിപ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. അതൊന്ന് ഉടയുന്ന പരുവത്തിൽ നമുക്കൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണ്ടത് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ തൈര് വേണം. തൈര് ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ല കട്ട തൈരാണേ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് നല്ല പരുവായി കിട്ടും. ഈ ഒരു ഉടയുന്ന പരുവത്തിൽ കിട്ടും. അത് നമുക്കൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അതെല്ലാം സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിലോട്ട് കടുകിടാം. കടുക് പൊട്ടി വരുന്ന സമയത്തിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടി ഇടാം. എരിവില്ലാത്ത മുളക് പൊടി ഇട്ടാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ വേണ്ടത് മല്ലിയിലയും കുറച്ചധികം ഇട്ടിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഒരു മിനിറ്റ് പോലും വേണ്ട, നമുക്കൊന്ന് സെറ്റായി കിട്ടാൻ. ഇതൊക്കെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് തൈരിലോട്ട് സവോളയും അതുപോലെ നേരത്തെ ഉടച്ചു വെച്ചിരുന്നതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന എണ്ണയും മുളകും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. കറിയൊന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഈ ഒരു സംഭവം അടിപൊളിയാണ്.